ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അറബിക് ടേസ്റ്റിലുള്ള മജ്ബൂസിൻ്റെ റെസിപ്പിയാണ്. ഫിഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ മജ്ബൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതിലേക്ക് വേണ്ട റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 3 കപ്പ് ബസ്മതി റൈസാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. നല്ല നീളമുള്ള ബസ്മതി റൈസ് എടുക്കണം കേട്ടോ. ഇതൊരു 20 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് കഴുകുമ്പം ഇത് അരിയൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് മാറ്റി വെക്കാം. നമ്മുടെ കയ്യിൽ ഏത് ഫിഷാണോ ഉള്ളത് ആ ഫിഷ് വെച്ചിട്ട് നമുക്ക് മജ്ബൂസ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹമാം എന്ന് പറയുന്ന ഫിഷാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കിങ് ഫിഷ് വെച്ചിട്ടോ ആഗോലി വെച്ചിട്ടോ ഒക്കെ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് വലിയ മീനായതുകൊണ്ട് ഒരു മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതുപോലുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളെടുത്ത അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത്. ഇതിലേക്ക് 6 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 4 കഷ്ണം പട്ട, ഒരു 5-6 ഏലക്ക, 5-6 ഗ്രാമ്പു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത കുരുമുളകാണ് കേട്ടോ. പിന്നെ ഇതുപോലുള്ള ഡ്രൈ ലെമൺ 2 ഇട്ട് കൊടുക്കാം. ഡ്രൈ ലെമൺ ഇടുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കുക അത്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മജ്ബൂസ് മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഒരുപാട് സമയം നമ്മൾ ഇതിലിട്ട് വെക്കരുത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 1 മിനിറ്റിൻ്റെ താഴെ നമ്മൾ ഇതിലിട്ട് വെച്ചാൽ മതി. ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റ് പോലും നമ്മളിതിൽ മീനിട്ട് വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പൊടിഞ്ഞു പോകും. പിന്നെ നമുക്കിത് വറുത്തെടുക്കാനൊന്നും പറ്റില്ല. ഈ ഭാഗവും ഒരു 30 സെക്കൻഡ് ആയതിനു ശേഷം നമ്മളിത് മാറ്റാം. മീനിൻ്റെ 2 ഭാഗവും ഇതുപോലെ 30 സെക്കൻഡ് ഈ വെള്ളത്തിലിട്ടിട്ട് വേവിക്കാം. ഇനി നമുക്ക് ഈ മീൻ മാറ്റി വെക്കാം. ഈ വെള്ളത്തിലാണ് നമുക്ക് അരി വേവിച്ചെടുക്കേണ്ടത്. ഈ വെള്ളം നമുക്കിപ്പോൾ മാറ്റി വെക്കാം. ഇനി നമ്മൾ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മജ്ബൂസ് മസാല, 1 ടീസ്പൂൺ ഡ്രൈ ലെമൺ പൊടിച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീനിൻ്റെ മേലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഒരു സൈഡ് ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം മീനിൻ്റെ 2 ഭാഗവും ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്കിപ്പോൾ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതുപോലെ അടികട്ടിയുള്ളൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 3 സവാള, മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. 3 സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പറ്റുന്നത്ര ചെറുതാക്കിയിട്ട് സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് ഓയിലൊന്നും ഒഴിക്കാതെയാണ് ഈ സവാള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇതിന്. ഒരുപാട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കരുത്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ നമ്മളിതുപോലെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഡ്രൈ ലെമൺ പൗഡർ ഇട്ട് കൊടുക്കാം. ഡ്രൈ ലെമൺ ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതൊരു ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ മീൻ വറുത്ത് വെച്ച ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഗ്രാമ്പു, 3-4 ഏലക്ക, 2 കഷ്ണം പട്ട അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും 3 പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കബ്സ മസാല ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാലയിൽ നിന്ന് 1/4 ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗം മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മീനിട്ട് വെച്ചിരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് റൈസ് എടുക്കുമ്പോൾ 6 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച വെള്ളം 6 കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്കി സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരി വേവിച്ചെടുക്കാൻ 6 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടും. ഇപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം. എന്നിട്ടിത് അടച്ച് വെച്ച് 12 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് 12 മിനിറ്റ് വേവിക്കേണ്ടത്. ഫ്ലെയിം പരമാവധി ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ റൈസ് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച മീൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച മസാല മീനിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്